തിരുവനന്തപുരം ഊളംപാറയ്ക്ക് സമീപമുള്ള ചെമ്പകമൂട് പ്രദേശം ഇന്ന് നാട്ടുകാരുടെ കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു പൊതു സുരക്ഷാ പ്രശ്നമായി മാറുകയാണ്. ഒരു കാലത്ത് സുഖകരമായ നടപ്പാതയായി പരിഗണിച്ചിരുന്ന ഈ ഭാഗം ഇപ്പോൾ അവഗണനയുടെയും അശാസ്ത്രീയമായ പരിപാലനത്തിന്റെയും ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. നടന്നു പോകാൻ വേണ്ടിയുള്ള പാതയിൽ തന്നെ മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നം. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വേസ്റ്റുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷ്യാവശിഷ്ടങ്ങളും എല്ലാം ഒരുപോലെ നടപ്പാതയിൽ കെട്ടിക്കിടക്കുന്നത് ഇവിടെ സാധാരണ കാഴ്ചയായി മാറിയിട്ടുണ്ട്. അതേസമയം ഈ പ്രദേശത്തെ കൂടുതൽ ഗുരുതരമാക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മുകളിലൂടെ പോകേണ്ട വൈദ്യുതി ടെലികോം കേബിളുകൾ മുഴുവൻ തറയിൽ അപകടകരമായി കിടക്കുന്നത്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് പലതവണ പരാതി കൊടുത്തിട്ടും അതൊന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽ കാര്യമായി എത്തിയിട്ടില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറുകണക്കിന് കുട്ടികൾ ഈ വഴിയിലൂടെ കാൽനടയായി പോവുകയും വരികയും ചെയ്യുന്നു. സ്കൂൾ കുട്ടികൾ മാത്രമല്ല, ജോലി ആവശ്യങ്ങൾക്കായി നഗരത്തിലേക്ക് പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഈ വഴി ആശ്രയിക്കുന്നുമുണ്ട്. കേബിളുകൾ തറയിൽ കിടക്കുന്നതും മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുമായത് കുട്ടികൾക്ക് ഗുരുതരമായ അപകടമുണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് തറയിൽ കിടക്കുന്ന കേബിളുകൾ വൈദ്യുതാഘാത ഭീഷണി ഉയർത്തുന്നുവെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇതിനു പുറമെ രാത്രിയായാൽ ഈ പ്രദേശത്ത് ആവശ്യമായ തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും പ്രശ്നമാണ്. പല ഭാഗങ്ങളിലും പൂർണ്ണമായും ഇരുട്ട് നിറഞ്ഞ അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കാൽനട യാത്രക്കാർക്ക് മാത്രമല്ല, വാഹനങ്ങൾക്കും വ്യക്തമായ കാഴ്ച ലഭിക്കാത്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. ഇതുമൂലം റോഡ് അപകടങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വികസനത്തിന്റെ പേരിൽ നഗരമേഖലയിൽ നടപ്പാതകൾ നവീകരിക്കപ്പെടുന്ന കാലത്ത് ചെമ്പകമൂട് പോലെയുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്നതായി വിമർശനമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വൈദ്യുതി ടെലികോം വകുപ്പുകൾ എന്നിവ തമ്മിലുള്ള ഏകോപനക്കുറവാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. ഓരോ വകുപ്പ് തങ്ങളുടെ ഉത്തരവാദിത്തം മറ്റൊരാളുടെ മേൽ ചുമത്തുകയും പ്രശ്നം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മാലിന്യ സംസ്കരണം കാര്യമായി നടപ്പാക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ലെന്നും അനധികൃതമായി വേസ്റ്റ് തള്ളുന്നവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം കേബിളുകൾ സുരക്ഷിതമായി മുകളിലൂടെ സ്ഥാപിക്കേണ്ട ചുമതലയുള്ള വകുപ്പുകൾ പലതവണ പരാതികൾ ലഭിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണം ഉയരുന്നുണ്ട്. പൊതുസ്ഥലം എന്ന നിലയിൽ ചെമ്പകമൂട് നടപ്പാത എല്ലാവർക്കും സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള അവകാശമുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഒരു വലിയ ദുരന്തം സംഭവിച്ച ശേഷം മാത്രമേ അധികൃതർ ഇടപെടൂ എന്ന ഭയം നാട്ടുകാർക്കിടയിൽ ശക്തമാണ്. കുട്ടികളോ മുതിർന്നവരോ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഉത്തരവാദിത്തം ആരുടേതാകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നടപ്പാതയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യുക, കേബിളുകൾ സുരക്ഷിതമായി പുനഃസ്ഥാപിക്കുക, രാത്രികാലത്ത് മതിയായ വെളിച്ചം ഉറപ്പാക്കുക എന്നിവ അടിയന്തരമായി നടപ്പാക്കേണ്ട നടപടികളായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വികസനം കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല, ജനങ്ങളുടെ സുരക്ഷയും സൗകര്യവുമാണെന്ന തിരിച്ചറിവ് ഭരണകൂടത്തിനുണ്ടാകേണ്ട സമയം കഴിഞ്ഞുവെന്നും ഇനിയും വൈകിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്ന മുന്നറിയിപ്പോടെയാണ് ചെമ്പകമൂടിലെ നാട്ടുകാർ അധികാരികളുടെ ശ്രദ്ധ കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.